Hi all, welcome back. അങ്ങനെ നമ്മുടെ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. We had to check out and report at the bus by 7 a.m. So we are in a bit hurry. Sudhin, say hi. Hello. നമ്മൾ ഇച്ചിരി നേരത്തെ ആയതുകൊണ്ട് നമ്മളെല്ലാം റഷിലാണ് ചെയ്ത് ഒന്നും കഴിച്ചില്ല. സോ ഞങ്ങൾ ഇന്നൊരു ബട്ടർ ക്രുസാൻഡ് കഴിച്ചാണ് ഞങ്ങളുടെ ഈ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ പുറത്ത് നോക്കുമ്പോൾ ദാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും എൻ്റെ ബർത്ത്ഡേക്ക് മഴ ഉറപ്പാണ്, ബിക്കോസ് മൈ ബർത്ത്ഡേ ഈസ് ഓൺ ജൂൺ. അങ്ങനെ ആ മഴ നിന്നപ്പോഴേക്കും ഞങ്ങൾ നയഗ്രയിലേക്ക് എത്തി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന നയഗ്ര സ്റ്റേറ്റ് ഫോൾ പാർക്കിലാണ്. പിന്നെ നമ്മൾ ആക്ച്വലി എന്താണ് നയഗ്രയിലെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ് നമ്മൾ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ മെയ്ഡ് ഓഫ് മിസ്റ്റിലോട്ട് പോവാണ്. സോ ഞങ്ങൾ റെഡിയായി, കഴിച്ചൊന്നുമില്ല. ഞങ്ങൾക്ക് ഇനി റെയിൻ കോട്ടൊക്കെ കിട്ടി. ഏത് കളറാണെന്ന് അറിയാം, ഞാൻ എക്സൈറ്റഡ് ആണ്. എനിക്ക് വേണ്ടുന്നത് വൈറ്റ്, യെല്ലോ ഓർ ലൈറ്റ് ഗ്രീൻ. ഈ കളർ ഗ്രീൻ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഒന്നും കിട്ടാൻ പോകുന്നില്ല. നോക്കിട്ട് ഇനി ഏത് കളറാ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു റെഡ് ആയിരിക്കും. അങ്ങനെ മെയ്ഡ് ഓഫ് മിസ്റ്റിൽ പോയി ഞങ്ങളൊന്ന് കുളിച്ച് പറഞ്ഞിട്ട് വരാം. സോ ഞങ്ങൾ നേരത്തെ എത്തിയോണ്ട് ഇവിടെ വലിയ തിരക്കില്ല. പിന്നെ ഞങ്ങൾ ഷൂസൊക്കെ ചേഞ്ച് ചെയ്ത് സ്ലിപ്പേഴ്സ് ഇട്ടുകൊണ്ടാണ് ഇറങ്ങിയേക്കണേ. യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് വെറ്റ് ഹിയർ, സോ വെയർ യുവർ ഫ്ലിപ്പ് ഫ്ലോപ്സ്. അങ്ങനെ വി ഗോട്ട് ദ ടിക്കറ്റ് ഫോർ ദ മെയ്ഡ് ഓഫ് മിസ്റ്റ്. അങ്ങനെ നമ്മൾ പോവുകയാണ്. റെയിൻ കോട്ട് ഇതുവരെ കിട്ടിയില്ല. നയഗ്ര വെള്ളച്ചാട്ടം പകല് കണ്ടോ എങ്ങനെയാണെന്ന്. ഇനി നമ്മൾ അതിൻ്റെ നേരെയുള്ള വ്യൂ ഇങ്ങനെ കറങ്ങി കാണാനായിട്ടാണ് നമ്മൾ മെയ്ഡ് ഓഫ് മിസ്റ്റിലേക്ക് പോകുന്നത്. ആ കാണുന്നത് റെയിൻബോ ബ്രിഡ്ജാണ്. US-നെയും കാനഡയും കൂടെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ്. സോ വിസ ഉണ്ടെങ്കിൽ നമുക്ക് പോയി വരാം. സോ ഗായ്സ്, അങ്ങനെ നമുക്ക് പോഞ്ചോ ഒക്കെ കിട്ടി. പോഞ്ചോ എന്ന് പറഞ്ഞാൽ റെയിൻ കോട്ടനാണ്. അങ്ങനെ അമേരിക്കൻസിന് ബ്ലൂവും കനേഡിയൻസിന് റെഡും ആണ്. എനിക്കിത് അറിയില്ലായിരുന്നു, ബിക്കോസ് ഞാൻ ഫോട്ടോസിലൊക്കെ ഓരോരോ കളർ ഇട്ടേക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അത് അവർ സ്വന്തമായി വാങ്ങിയതാവാം. സോ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ, ആരും ഓരോ കളറിന് വേണ്ടി കൊതിച്ച് വരണ്ട. ഇത് പ്രീ ഡിറ്റർമൈൻഡ് ആണ്. അത് കണ്ടോ, അതൊക്കെ സീഗൾസ് ആണ്. മീൻ പിടിക്കാനായിട്ട് വന്നേക്കുവാന്ന് തോന്നുന്നു. ഇതാ ഞങ്ങളുടെ തൊട്ടടുത്ത് 2 താറാവുണ്ട്. താറാവാന്ന് തോന്നുന്നു. അങ്ങനെ 2-3 താറാവ് ഇവിടെയുണ്ട്. ഞങ്ങളുടെ ബോട്ട് ഇതുവരെ വന്നില്ല. നമ്മുടെ സീഗൾസിനെ അടുത്ത് കണ്ടോ നിങ്ങൾ. അങ്ങനെ ഞങ്ങൾ ബോട്ട് കാത്ത് നിൽക്കുകയാണ്. ആ കാണുന്നതാണ് റെയിൻബോ ബ്രിഡ്ജ്. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് എത്തി. ഞങ്ങൾ ബോട്ടിൽ കയറാനായിട്ട് പോവുകയാണ്. ആ സന്തോഷത്തിൽ ഞാൻ അയാളെ ചെറുതായിട്ടൊന്ന് തട്ടി സോറി പറഞ്ഞു. സോ ഞങ്ങൾ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് ബോട്ട് ടൂറിലേക്ക് പോവുകയാണ്. ഞാൻ എല്ലാവരെയും തള്ളി മാറ്റി പോകണമെന്നുണ്ട്. എനിക്ക് ഫ്രണ്ടിൽ തന്നെ നിൽക്കണം. എനിക്ക് കറക്റ്റ് വാട്ടർഫോൾ കാണാനുള്ളതാണ്. പക്ഷെ ആരും എന്നെ കടത്തി വിടുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് എവിടെ നിന്നാലും കാണാൻ പറ്റും. സോ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ബോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനൊന്ന് പിടിച്ച് നിൽക്കട്ടെ. അറിയത്തില്ല എത്ര സ്പീഡിലാണ് ഇത് പോകുന്നതെന്ന്. പക്ഷേ ഇല്ല, ഇത് പതുക്കെ പോകുന്നുള്ളൂ. It's my birthday. Guys, അങ്ങനെ today is June 14th and today is my birthday. അങ്ങനെ ഞങ്ങൾ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് നയഗ്ര ഫാൾസിലാണ്. What a blessing. I'm so grateful. അങ്ങനെ നമ്മൾ അമേരിക്കൻ ഫാളിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് അമേരിക്കൻ ഫാൾ. ഇത് ഫുള്ളി അമേരിക്കയിലാണ്, അതുകൊണ്ടാണ് അമേരിക്കൻ ഫാൾ എന്ന് പറയുന്നത്. നോക്കിക്കേ. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഹോർഷൂ ഫോളിലേക്കാണ്. അതാണ് ഇതിലെ ഏറ്റവും മോസ്റ്റ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള വ്യൂ ആൻഡ് എക്സ്പീരിയൻസ്.
അതായത് ഈ ബോട്ട് നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒത്ത നടുക്കാണ് കൊണ്ട് നിർത്തുന്നത്. അതായത് ഹോഷു ഫോൾ എന്ന് പറഞ്ഞാൽ ഹോഷു ഷേപ്പിലാണ് വാട്ടർഫോൾ ഇരിക്കുന്നത്. മേജർലി കാനഡ സൈഡിലാണ്. അപ്പോൾ നമുക്ക് ചുറ്റും വെള്ളച്ചാട്ടം, അതിൻ്റെ നടുക്കായിട്ട് നമ്മളെ ബോട്ട് കൊണ്ട് ഇങ്ങനെ നിർത്തി കറക്കി കൊണ്ടുവരും. സോ നമ്മൾ ഏത് സൈഡിൽ നിന്നാലും വി കുഡ് സീ ദിസ്. ആൻഡ് നമ്മുടെ ചുറ്റും ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടവും അതിൻ്റെ കൂടെ വരുന്ന ആ സ്ട്രോങ് മിസ്റ്റും ആ വെള്ളത്തിൻ്റെ സൗണ്ടും, അത് നമ്മൾ വേറൊരു ലോകത്താണെന്ന് നമുക്ക് തോന്നിപ്പോകും. Wow, that was an experience. Super. You guys should also come here and enjoy this. Made of the Mist is amazing. Set. അങ്ങനെ ആ വണ്ടർഫുൾ എക്സ്പീരിയൻസിന് ശേഷം ഞങ്ങൾ ഒന്ന് മെയ്ഡ് ഓഫ് ഫെസ്റ്റിൻ്റെ ആ ഷോപ്പിലൊന്ന് കയറിയതാണ് സാധനങ്ങളൊക്കെ നോക്കാനായിട്ട്. ഇവിടെ കുറേ പേഴ്സണലൈസ്ഡ് ബ്രേസ്ലെറ്റ്സ്, നെക്ലേസ് ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ എല്ലാം ഇംഗ്ലീഷ് നെയിംസാണ്. ജോസി ഒന്നും ഞാനിവിടെ കണ്ടില്ല. അപ്പം നമ്മൾ നോക്കിയെടുക്കണം. കുറേ പേരുകളുണ്ട്. $15 ഈ ഒരു നെക്ലസിന് വരുന്നത്. അതുപോലെ മെയ്ഡ് ഓഫ് ഫെസ്റ്റ് എന്ന് എഴുതിയ കുറേ സൊവനിയേഴ്സ് ഉണ്ട്. കപ്പ്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സൊവനിയേഴ്സ്, ഷൂഡീസ് ഒക്കെ ഉണ്ട്. എന്താ പറയാനുള്ളത്? ഞങ്ങൾ അടുത്ത പരിപാടി കാണാൻ പോവാണ്. നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് കേവ് ഓഫ് വിൻഡിലേക്കാണ്. അതിനു മുന്നേ ഇതൊരു സ്മോൾ എക്സിബിഷൻ ഏരിയ ആണ്. അതായത് നയാഗ്ര ഫോൾസിൻ്റെ ഹിസ്റ്ററി, ഫോർമേഷൻ, വൈൽഡ് ലൈഫ്, അതുപോലെ ഇവിടുന്ന് ജനറേറ്റ് ചെയ്യുന്ന ഹൈഡ്രോ പവർ, അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് അതിൻ്റെ ഒരു അത് ഡിസ്പ്ലേ ചെയ്തേക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. തുടങ്ങി. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഷോ കാണാൻ പോവുകയാണ്. അതായത് നയാഗ്രയുടെ തന്നെ ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ട്, അവിടുന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു ബ്രീഫ് ഇൻഫോർമേഷനാണ്. ഒരു 10 to 15 minutes ഡ്യൂറേഷനുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണിപ്പോൾ. Falls are largely controlled by private owners, and public access to the falls is limited. Beauty and power exist together. As you step out and explore and breathe Niagara Falls, as you sense its awe and inspiration, remember, the world changed here. അങ്ങനെ അവിടുത്തെ വീഡിയോ ഷോ ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ കേവ് ഓഫ് വിൻഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫൈനലി യെല്ലോ കിട്ടി. Come on. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേവ് ഓഫ് ദ വിൻഡിലാണ്. നിങ്ങൾക്ക് കാണാം. അങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ എനിക്കൊരു യെല്ലോ റെയിൻകോട്ട് കിട്ടി. താങ്ക് യു ഗോഡ്, താങ്ക് യു ജീസസ്. ഇവിടെ ഫുൾ സീഗൾസ് ആണ്. നോക്കിക്കേ, ഭയങ്കര ശബ്ദവുമാണ്, ഒരു ബാഡ് സ്മെല്ലുമാണ്. അങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ട ശേഷം ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഇവിടെയാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണത്, കേവ് ഓഫ് ദ വിൻഡ്. അതായത് പേര് പോലെ തന്നെ പണ്ട് ഇവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ പോകുന്നത് ബ്രൈഡൽ വെയിൽ ഫോൾസിലാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലായിട്ട് ഒരു നാച്ചുറൽ കേവ് ഉണ്ടായിരുന്നു. ഈ വാട്ടർഫോളിൻ്റെ ഈ പവർഫുൾ എയർ കറണ്ട് കൊണ്ടാണ് ആ കേവിന് കേവ് ഓഫ് വിൻഡ് എന്ന പേര് വന്നത്. പക്ഷേ പിന്നെ അത് റോക്ക് ഫോൾസ് കാരണം അതില്ലാതെയായി. പക്ഷേ ആ പേര് പഴയതുപോലെ ഇപ്പോഴും നിലനിൽക്കുന്നു. അതാണ് അതിൻ്റെ ഒരു ഇത്.
നിങ്ങളത് കണ്ടോ, അത് കാനഡയുടെ മെയ്ഡ് ഓഫ് മിസ്റ്റ് ആണ്, റെഡ് കളർ കോട്ട് ഇട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കേവ് ഓഫ് ദ വിൻഡിൻ്റെ ഏറ്റവും താഴത്തെ സ്റ്റെപ്പിലാണ്. അതായത് ഇവിടുന്ന് മേളി കയറി നമുക്ക് കറക്റ്റ് വാട്ടർഫാളിൻ്റെ അടിയിൽ ചെന്ന് ഒന്ന് നിൽക്കാൻ പറ്റും. നമ്മൾ ആദ്യം കണ്ടത് അമേരിക്കൻ ഫോള്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തായിട്ട് വരുന്നതാണ് ബ്രൈഡൽ വെയിൽസ് ഫോള്. അപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന എല്ലാം വുഡൻ വാക്ക് വേസ് ആണ്. അതുവഴിയാണ് നമ്മൾ വാട്ടർഫാളിൻ്റെ അടുത്തേക്ക്, വളരെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. നമ്മൾ ഓരോ സ്റ്റെപ്പ് മുകളിലേക്ക് കയറും തോറും വെള്ളത്തിൻ്റെ ശക്തി കൂടിക്കൊണ്ടേയിരിക്കും. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണിത്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പ് ഡെക്കിലെത്തി. ദാറ്റ് ഇസ് ഹുറിക്കൻ ഡക്ക്. ഇതാണ് നമുക്കിവിടെ കണ്ട വാട്ടർഫാൾ, ഞങ്ങളുടെ മുഖത്തേക്ക് നേരെ അടിക്കുകയാണ്. ഇതാണ് ബ്രൈഡൽ വെയിൽസ് ഫാൾസ്. എനിവേ ഇറ്റ് വാസ് എ സൂപ്പർബ് എക്സ്പീരിയൻസ് ആൻഡ് വി റിയലി എൻജോയ്ഡ്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നാണ് ഞങ്ങളുടെ ഈ ട്രിപ്പ്. വി റിയലി എൻജോയ്ഡ്. അങ്ങനെ സുധൻ പുതിയ ഡ്രസ്സിലേക്ക് മാറി. എൻ്റെ ഡ്രസ്സ് അത്രയും നനഞ്ഞില്ല. ആക്ച്വലി നമ്മൾ കേവ് ഓഫ് ദ വിൻഡിൽ പോകുമ്പോൾ കുറച്ച് ഷോർട്ട് ഡ്രസ്സാണ് കുറച്ചുകൂടെ നല്ലത്. ആൻഡ് റെയിൻകോട്ട് പ്രോപ്പർലി വെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറേ ഒന്നും നനയില്ല. ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ നയാഗ്ര ട്രിപ്പൊക്കെ കഴിയാറായി. എല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പം ഇപ്പോൾ 12 ആയി അല്ലേ? 12 ആയി. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. നയാഗ്ര ഫുൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആയിരുന്നു. ഞങ്ങൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് കഴിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ എവിടെ നിന്ന് കഴിക്കണം നോക്കിക്കൊണ്ടിരിക്കും. സുധൻ നയാഗ്ര നിറഞ്ഞ ഡ്രസ്സൊക്കെ മാറി. പക്ഷെ ഇതാ നിനക്ക് ചേരണമെന്ന് തോന്നുന്നുണ്ട് സുധൻ കുറച്ചുകൂടെ. അങ്ങനെ നമ്മുടെ ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞങ്ങളുടെ ഈ നയാഗ്ര വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ആരെങ്കിലും ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ദാറ്റ്. കുറേയധികം ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഫസ്റ്റ് വീഡിയോയിലാണ്. ഞങ്ങളുടെ നയാഗ്ര ട്രിപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ഇഫ് യു ലവ് ടു വാച്ച് us. സോ നെക്സ്റ്റ് വ്ലോഗിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.